ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നവോദയ സൈനിക് സ്കൂൾ എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്. ഫ്രാക്ഷൻസ് എന്താണെന്നും ഫ്രാക്ഷൻസിൻ്റെ കൺവേർഷൻ എന്താണെന്നും കഴിഞ്ഞ ക്ലാസ് എടുത്തിരുന്നു. അത് കാണാത്തവർ ആ ക്ലാസ് കാണുക. അതിനുശേഷം ഇത് കണ്ടാലേ മനസ്സിലാവുകയുള്ളൂ. ഇന്ന് ഫ്രാക്ഷൻസിൻ്റെ അഡീഷനെ കുറിച്ചാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. ഫ്രാക്ഷൻ നമ്പർ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആകുമ്പോൾ എങ്ങനെയാണ് അഡീഷൻ നടക്കുന്നതെന്ന് നോക്കാം. വെൻ ഡിനോമിനേറ്റേഴ്സ് ആർ ഈക്വൽ, ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആകുമ്പോൾ ഏത് രീതിയിലാണ് ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്നതെന്നാണ് ആദ്യം എടുക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഇല്ലുസ്ട്രേറ്റഡ് ബൈ എൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടെ നമുക്കിത് പറയാം. 5/8 പ്ലസ് 1/8. 5/8 പ്ലസ് 1/8 ഉണ്ട്. ഇവിടെ ഡിനോമിനേറ്റർ 8 ആണ്, ഈക്വൽ ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ആകുമ്പോൾ ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്താൽ മതി. സെയിം ഡിനോമിനേറ്റർ അവിടെ എഴുതുക. വേറെ എക്സാമ്പിളോട് പറയാം. 6/9 പ്ലസ് 2/9. ഇവിടെ 6 പ്ലസ് 2 8, 8/9. ഇങ്ങനെയാണ് ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആകുമ്പോൾ ഫ്രാക്ഷൻ്റെ അഡീഷൻ. ഇനി ഡിനോമിനേറ്റേഴ്സ് അൺഈക്വൽ ആകുമ്പോഴെങ്ങനെയാണ് ഫ്രാക്ഷൻ ആഡ് ചെയ്തതെന്ന് നോക്കാം. വെൻ ഡിനോമിനേറ്റേഴ്സ് ആർ അൺഈക്വൽ, ഡിനോമിനേറ്റേഴ്സ് അൺഈക്വൽ വരുമ്പോൾ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM കണ്ടതിന് ശേഷമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. LCM കണ്ട LCMന് ഈക്വൽ ആക്കണം. LCMന് ഈക്വൽ ആക്കണം ഓരോ ഡിനോമിനേറ്ററും. വെൻ ഡിനോമിനേറ്റേഴ്സ് ആർ അൺഈക്വൽ, ഡിനോമിനേറ്റേഴ്സ് അൺഈക്വൽ ആകുമ്പോൾ ഏത് രീതിയിലാണ് ഫ്രാക്ഷൻ നമ്പർ പ്ലസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. 1/2 പ്ലസ് 3/4 പ്ലസ് 5/6. ഇവിടെ 3 ഫ്രാക്ഷൻ ഭിന്നസംഖ്യകളാണ് നമുക്കിവിടെ കൂട്ടിയെടുക്കേണ്ടത്. അപ്പം അതിൻ്റെ ഓരോന്നിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ LCM ആദ്യം കാണുക. LCM കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. LCM കാണുക. 2 2 1 ടൈം, 4 2 ടൈംസ് 3. ഇനി LCM എന്ന് പറയുന്നത് ഈ കിട്ടിയ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. 2 × 2 × 3. 2 × 2 4, 4 × 3 = 12. ഇവിടെ 12 ആണ് LCM എന്ന് പറയുന്നത്. ഇനി 1/2 എന്ന് പറയുന്ന ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ 12 ആക്കണം. ഡിനോമിനേറ്റർ 12 ആക്കാൻ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ 12 ആകും നോക്കുക. 6. അതേ നമ്പറിനെ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യുക. 6/12 എന്ന് പറയുമ്പോൾ 1/2 എന്തിന് തുല്യമാണ്? 6/12ന് തുല്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ 3/4നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ 12 കിട്ടും നോക്കുക. സെയിം നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്യുക. അപ്പം 9/12 കിട്ടും. ഇനി വീണ്ടും 5/6. 6നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 12 കിട്ടുമ്പോൾ 5നെ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 10/12. ഇനി ഈ ന്യൂമറേറ്ററുകൾ നമ്മൾ പ്ലസ് ചെയ്താൽ മതി. 6/12 പ്ലസ് 9/12 പ്ലസ് 10/12. 6 പ്ലസ് 9 15. 15 പ്ലസ് 10. 15 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 25. 25/12. അപ്പോൾ 25നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ മിക്സഡ് ഫ്രാക്ഷനാക്കി മാറ്റുക. 25 ഡിവൈഡഡ് ബൈ 12. 25 ഡിവൈഡഡ് ബൈ 12. 2 ടൈംസ് 24, റിമൈൻഡർ 1. അപ്പോൾ 12, 2 and 1/12 വരും ഇതിൻ്റെ ആൻസർ. 2 and 1/12. ഇനി മിക്സഡ് ഫ്രാക്ഷൻ്റെ ഏത് രീതിയിലാണെന്ന് നോക്കാം. മിക്സഡ് ഫ്രാക്ഷൻ സെയിം ഡിനോമിനേറ്റർ വന്നാൽ അതിനെ ഇംപ്രോപ്പർ ആക്കണം. മിക്സഡ് ഫ്രാക്ഷൻ്റെ അഡീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മിക്സഡ് ഫ്രാക്ഷൻ സെയിം ഡിനോമിനേറ്ററാണ് വരുന്നതെങ്കിൽ അതിനെ ഇംപ്രോപ്പർ ആക്കണം. എന്നിട്ട് 6 and 3/7 plus 5
2/7. അപ്പോൾ ഇതിനെ ഇംപ്രോപ്പർ ആക്കുക. 6 × 7 42, 42 + 3 45, 45 + 7 × 5 35, 35 + 2 37, 37/7. അപ്പോൾ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക. 82/7. 82/7 എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 82 / 7, 1 × 7, ഇനി 12, 1 × 7, 5. അപ്പം 11 and 5/7 വരും ഇതിൻ്റെ ആൻസർ. 11 and 5/7. ഇതിങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ മിക്സഡ് ഫ്രാക്ഷൻ വന്നാൽ അതിനെ ആഡ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഇനി ഈ അഡീഷൻ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ ഉള്ളതും സെയിം ഡിനോമിനേറ്റർ ഉള്ളതും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ട് ബാക്കി സബ്ജക്റ്റുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ എത്തുന്നതായിരിക്കും. ഇന്ന് നമ്മളിവിടെ ക്ലാസ് അതിൻ്റെ പേര് നിങ്ങൾ കൂട്ടുകാരോട് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.